ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ CPM-ൻ്റെ കൈവശം വീട്ടുന്ന കോർപ്പറേഷൻ BJP-യുടെയും RSS-ൻ്റെയും കയ്യിലേക്ക് വെള്ളിത്തളികയിൽ വെച്ചു കൊടുത്തതിന് ശേഷമാണ് AK ബാലൻ UDF വന്നാൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് വാചാലനാവുന്നത്. ശ്രീ AK ബാലൻ പാലക്കാട് തൊഗാഡിയായി മാറിയിരിക്കും. ഇപ്പോൾ AK ബാലൻ പറഞ്ഞ ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തരം ഭരിക്കുക ജമാഅത്തെ ഇസ്ലാമിയാണെന്നും മാറാട് കലാപങ്ങൾ ആവർത്തിക്കും എന്നും അടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അത് ഒരുപക്ഷെ ഈ സംഘപരിവാർ പോലും പറയാൻ മടിക്കുന്ന കാര്യങ്ങളാണ്. ശ്രീ AK ബാലൻ പാലക്കാട് തൊഗാഡിയായി മാറിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയോടുകൂടി. അദ്ദേഹം ഏതർത്ഥത്തിലാണ് അങ്ങനെ പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഈ മുൻപ് CPM ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടും അവരുടെ രാഷ്ട്രീയ രൂപമായിട്ടൊക്കെ ബന്ധമുണ്ടാക്കിയ സമയത്ത് അതിന് ശ്രീ പിണറായി വിജയൻ തന്നെ പ്രകീർത്തിക്കുകയും ആലപ്പുഴയിലെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ജമാഅത്തെ ഇസ്ലാമി അമീറുമായിട്ട് പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ കൂടിക്കാഴ്ച നടത്തിയ വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുള്ളതാണ്. ഓൺ റെക്കോർഡാണ്. ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ തന്നെയുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുമെന്നാണ് ദേശാഭിമാനി എഡിറ്റോറിയൽ എഴുതിയത്. അപ്പോൾ എന്നു മുതലാണ് അവർക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഹറാമായത്? നേരത്തെ അത് അവർക്ക് ഹലാലായിരുന്നല്ലോ. ഇപ്പോൾ എങ്ങനെയാണ് അവർക്കത് ഹറാമായി മാറിയത്? അപ്പോൾ തങ്ങൾക്ക് കിട്ടാത്ത വോട്ടുകൾ മുഴുവൻ വർഗീയ വോട്ടുകളെന്ന് മാറ്റി നിർത്തുന്ന ശൈലിയാണ്. ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ CPM പിന്തുടരുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് കേരളത്തിൽ സംഘപരിവാറിൻ്റെ ഒരു BPO ബിസിനസ് പോലെ ഏറ്റെടുത്തിരിക്കുകയാണ്. അവർക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ്. അവരുടെ ആശയങ്ങളും അവരുടെ ഐഡിയോളജിയും കേരളത്തിൽ നടപ്പാക്കുന്ന കൊട്ടേഷൻ പണി ഇവിടെ ഇടതുപക്ഷം എടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ പ്രസ്താവനകൾ ഒരുപക്ഷെ സംഘപരിവാറിൻ്റെ നേതാക്കൾ പറയാൻ മടിക്കുന്ന വർഗീയത പോലും CPM നേതാക്കൾ വരുന്ന പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ സമാധാന ജീവിതം ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും UDF-ന് പിന്നിൽ ഇപ്പോൾ അണിനിരന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ AK ബാലൻ്റെ പ്രസ്താവന വളരെ നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവനയാണ്. ആ തരത്തിൽ ജനങ്ങളെ ഭയവിഹുലരാക്കുക. ഇപ്പം എനിക്ക് തോന്നുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു വോട്ട് ബേസൊക്കെ പരിശോധിച്ചാൽ അവർ കേരളത്തിലെ ചില പോക്കറ്റുകളിൽ മാത്രം സ്വാധീനമുള്ള ഒരു ചെറിയ സംഘടനയാണ്. മറുവശത്ത് വാസ്തവത്തിൽ കേരളത്തിന് വലിയ വിപത്തായിട്ട് നിൽക്കുന്നത് സംഘപരിവാറിൻ്റെ ഒരു വർദ്ധിച്ചു വരുന്ന സ്വാധീനവും അവർക്ക് കിട്ടുന്ന അവർക്ക് വർദ്ധിച്ചു വരുന്ന ചില പോക്കറ്റുകളുടെ സ്വാധീനമൊക്കെയാണ്. അതുമായി ബന്ധപ്പെട്ടൊരു ആകുലതയും ശ്രീ AK ബാലനോ CPM-നോ ഇല്ല. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ CPM-ൻ്റെ കൈവശം വീട്ടുന്ന കോർപ്പറേഷൻ BJP-യുടെയും RSS-ൻ്റെയും കയ്യിലേക്ക് വെള്ളിത്തളികയിൽ വെച്ചു കൊടുത്തതിന് ശേഷമാണ് AK ബാലൻ UDF വന്നാൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് വാചാലനാവുന്നത്. അവർ വാസ്തവത്തിൽ ചിന്തിക്കേണ്ടത് അവരുടെ പാർട്ടിക്ക് തിരുവനന്തപുരത്ത് എന്ത് പറ്റി എന്നുള്ളതല്ലേ? അതല്ലെങ്കിൽ അവരുടെ സ്വാധീന കേന്ദ്രങ്ങളിൽ ആലപ്പുഴ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയാണ് BJP-ക്ക് വോട്ട് വർദ്ധിക്കുന്നതെന്നല്ലേ അത് സംബന്ധിച്ചല്ലേ അവർ പഠിക്കേണ്ടത്? അത് സംബന്ധിച്ചല്ലേ അവർ ചിന്തിക്കേണ്ടത്? അത് ചിന്തിക്കാതെ പഠിക്കാതെ കോൺഗ്രസിനെ UDF-നെ ആക്ഷേപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.